കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരായ കേസുകളിലെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്റർപോളിന്റെ സഹായത്തോടെ അമേരിക്കയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ തേടും. വിവരങ്ങൾ തേടാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി. കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത്. തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് വിദ്വേഷ പ്രചാരണം നടത്തുക, മതസ്പർദ്ധ വളർത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ മെറ്റയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. മെറ്റ വിവരം നൽകാത്തതിനെ തുടർന്നാണ് ഇന്റർപോളിന്റെ സഹായം തേടാൻ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി പോലീസ് തേടിയത്. കേസിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കടുത്ത നടപടികളിലേക്ക് തൽക്കാലം പോകരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെ നിയമപരമായി മറികടക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇന്റർപോളിന്റെ സഹായത്തോടെ മെറ്റയുടെ അമേരിക്കയിലെ ഓഫീസിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അനുമതി നൽകി. വിവരങ്ങൾ ലഭിച്ചാലുടൻ പോലീസ് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി കരാർ പ്രകാരമാകും വിവരങ്ങൾ ലഭ്യമാക്കുക. ഇന്റർപോളിന്റെ കേരളത്തിലെ ലൈസൺ ഓഫീസറായ ക്രൈംബ്രാഞ്ച് ഐജിക്കാവും തുടർ നടപടികളുടെ ചുമതല. മീഡിയ 1 കൊച്ചി.